നമ്മൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. തലക്കെട്ടുകൾ നോക്കാം. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖല ശാന്തം. അനിഷ്ട സംഭവങ്ങളില്ലെങ്കിലും അതീവ ജാഗ്രത. കശ്മീരിലും ജമ്മുവിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റെന്ന PIB. പഞ്ചാബിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കും. ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ചർച്ച. പാകിസ്ഥാൻ ധാരണ പാലിച്ചില്ലെന്ന് വിലയിരുത്തൽ. പാക് DGMOയെ അല്ലാതെ മറ്റാരെയും ചർച്ചയുടെ ഭാഗമാക്കില്ലെന്ന് ഇന്ത്യൻ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ്. KPCCക്ക് പുതിയ അധ്യക്ഷനെത്തുന്നു. സണ്ണി ജോസഫ് ഇന്ന് ചുമതലയേൽക്കും. UDF കൺവീനറായി അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും സ്ഥാനമേൽക്കും. KPCC ഭാരവാഹികൾ ചുമതലയേൽക്കാനിരിക്കെ നേതാക്കളുടെ ഫേസ്ബുക്ക് പോര്. ആന്റണിക്കെതിരെ പരോക്ഷ വിമർശനവുമായി K മുരളീധരൻ. സഹകാരികളെ വഞ്ചിച്ച് പാർട്ടിയുടെ സഹകരണ സ്ഥാപനം കട്ടുമുടിച്ചെന്ന ആരോപണം കേൾക്കേണ്ടി വന്നിട്ടില്ല. നിർണായക മണ്ഡലങ്ങളിൽ പോരാട്ടത്തിനിറങ്ങിയത് അധികാരത്തിനു വേണ്ടി ആയിരുന്നില്ലെന്നും മുരളീധരൻ. അമേരിക്ക ചൈന തീരുവ യുദ്ധം അവസാനിക്കുന്നു. ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയിൽ ധാരണയായെന്ന് സൂചന. ഔദ്യോഗിക അറിയിപ്പ് ഇന്നുണ്ടായേക്കും. നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി ഇന്ന്. കേതൽ ജിൻസൺ രാജ പ്രതിയായ കേസിൽ ശിക്ഷ വിധിക്കുന്നത് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതക കേസ് വിചാരണ നീട്ടരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ. പ്രതിയുടെ ആവശ്യത്തെ എതിർക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K പ്രതിഭ. അഭിഭാഷകൻ മരണപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ സമയം വേണമെന്ന് പ്രതി സന്ദീപ്. അപ്പോൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി വിശദമായി നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നിർണായകമായി ഈ ചർച്ച. പാക് DGMOയെ അല്ലാതെ മറ്റാരെയും ചർച്ചയുടെ ഭാഗമാക്കില്ലെന്ന് ഇന്നലെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകളിൽ ഇന്നലെ ആശ്വാസത്തിന്റെ രാത്രിയായിരുന്നു. അതീവ ജാഗ്രതയിലാണ് പക്ഷേ ഇപ്പോഴും അതിർത്തി സംസ്ഥാനങ്ങൾ. വിവരങ്ങളുമായി MG മിഥുൻ ഒരിക്കൽ കൂടി ചേർന്നു. മിഥുൻ, വളരെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം ഒരു ധാരണയുണ്ടായി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അത് ലംഘിച്ച പാകിസ്ഥാനാണ്. സ്വാഭാവികമായും ആ ധാരണയിൽ അടിയുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഉറപ്പുകൾ വേണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. ഇന്ന് DGMO തല ചർച്ചയിൽ അങ്ങനെയുള്ള ഉറപ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഉച്ചയ്ക്ക് 12 മണിക്കാണ് DGMO തലത്തിലുള്ള യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള DGMO തന്നെ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മറ്റാരുമായും സഹകരിക്കാനാകില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയോ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ 12 മണിക്കാണ് യോഗം ചേരുന്നത്. അടുത്ത ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു നിലവിൽ ഒരു കരാർ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്നുണ്ടാകും. ഒരു തരത്തിലും ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകരുത്. ഉണ്ടായാൽ അത് ഒരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ട് നിലവിൽ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സേനാ വിഭാഗങ്ങളെ കൂടുതൽ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ. ആ സേനാ വിഭാഗങ്ങളെ തൽക്കാലം പിൻവലിക്കേണ്ടതില്ല
എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ആ ഒരു സുരക്ഷ അതിർത്തി പ്രദേശങ്ങളിൽ തുടരട്ടെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം സമാധാനത്തിന്റെ ചില രാത്രികൾ തന്നെയായിരുന്നു, ആശ്വാസത്തിന്റെ രാത്രി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. ചിലയിടത്ത്, അതായത് രാജസ്ഥാനിലെ ബാർമറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അത്തരത്തിലുള്ളൊരു അതിർത്തിയിൽ ഒരു അശാന്തിയുടെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഒരു ശാന്തിയുടെ രാത്രി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലുള്ള ഗ്രാമീണ മേഖലകൾക്ക് സുഖമായി ഉറങ്ങാൻ, സൈന്യത്തിന്റെ തണലിൽ സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലും എസ്കലേറ്റ് ചെയ്ത് മറ്റൊരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോകാൻ പാടില്ല. ഇനിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു സാഹചര്യം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകരുത്. അതിൽ കൃത്യമായ ഉറപ്പ് ഇന്ന് നൽകണം എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും DGMO തലത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത. ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത ഇന്ത്യ തേടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ 12 മണിക്കാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഒപ്പം തന്നെ പഞ്ചാബ്, ഗുജറാത്ത് അടക്കമുള്ള മേഖലകളിൽ പഞ്ചാബിൽ ഇത്തരത്തിൽ 13-ാം തീയതി വരെ സ്കൂളുകളും മറ്റ് യൂണിവേഴ്സിറ്റികളും ഒക്കെ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇന്നു മുതൽ ഈ സ്കൂളുകൾ പുനരാരംഭിക്കുകയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സാഹചര്യം യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ തിരികെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇവർക്കൊക്കെ ഇനി സുഖമായി തിരികെ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങാമെന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ പൂർണ്ണമായും ഒരു സംഘർഷത്തിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു നല്ലൊരു പ്രഭാതത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ശ്രീജ, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. അത് ഇന്നലെ ഒരു ശാന്തിയുടെ രാത്രിയാണ് കടന്നുപോയതെങ്കിലും ഇനിയുള്ള ദിവസങ്ങളും അതിർത്തിയിൽ ശാന്തി പുലരേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമുക്കറിയാം എത്രത്തോളം സംഘർഷഭരിതമായിരുന്നുവെന്ന്. അതിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പാണ് വേണ്ടത്. കാരണം ഒരു ധാരണ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം അത് ലംഘിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനി അത്തരം അവിവേകങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് ഉറപ്പുവേണം. ഇന്നലത്തെ വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു. സൈനിക മേധാവിമാർ വന്ന് വളരെ കൃത്യമായി തെളിവുകൾ സഹിതമാണ് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്ന കാര്യത്തിലൊക്കെ വിശദീകരണം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷത്തും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കാണും. പക്ഷേ ശാന്തി, സമാധാനം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ പ്രകോപനമുണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ വെളിവാക്കി കഴിഞ്ഞു. ഇനി അതിനും അപ്പുറത്തൊരു ശാന്തിയുടെ സന്ദേശമാണ് വേണ്ടത്. അത് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകും. ഒരു ധാരണ, കൃത്യമായൊരു ധാരണ, പാലിക്കപ്പെടുന്ന ധാരണ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കേരളത്തെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ദിവസം, അത് പുതിയ KPCC അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പുതിയൊരാൾ എത്തുന്ന ദിവസമാണ്. സണ്ണി ജോസഫ് MLA KPCC അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കുകയാണ്. രാവിലെ 9:30 ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ K. സുധാകരൻ അദ്ദേഹത്തിന് ചുമതല കൈമാറും. UDF കൺവീനറായി അടൂർ പ്രകാശും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും ചുമതല ഏറ്റെടുക്കും. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ PCC അധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. പാർട്ടിയുടെ പരമ്പരാഗത ശക്തികളായ ക്രൈസ്തവ വിഭാഗങ്ങൾ പാർട്ടിയെ കൈവിട്ടതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന് കാരണമെന്ന വിലയിരുത്തലിലാണ് നേതൃമാറ്റമെന്ന പരീക്ഷണത്തിന് നിർണായക ഘട്ടത്തിൽ ഹൈക്കമാൻഡ് മുതിർന്നത്. പാർട്ടിയെ കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് KPCC അധ്യക്ഷനായി K. സുധാകരൻ എത്തിയിട്ടും അടിത്തട്ടുറപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ വിജയിച്ച് പാർട്ടി കരുത്ത് കാട്ടിയിട്ടും ഒരിക്കൽ കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ തകർച്ച പൂർണ്ണമാകുമെന്ന കണക്കുകൂട്ടൽ ഹൈക്കമാൻഡിനുമുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതെത്തിയത്. 8ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഏറെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്.
ക്രൈസ്തവ സഭാ പ്രതിനിധിയായ പേരാവൂർ MLA സണ്ണി ജോസഫിനെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് ഏൽപ്പിക്കുമ്പോൾ നേതൃത്വം പുതിയ പ്രതീക്ഷയിലാണ്. 2004 PP തങ്കച്ചൻ KPCCയുടെ 31ാമത് അധ്യക്ഷനായി എത്തിയതിനു ശേഷം ഇതുവരെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആരും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. ഈ ആവശ്യം നേതാക്കൾ പലതവണ ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലുമാണ്. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സഭാ നേതൃത്വം പലതവണ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിനെ തെരഞ്ഞെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം. 1970 മുതൽ KSUവിന്റെ സജീവ പ്രവർത്തകനായിട്ടാണ് സണ്ണി ജോസഫ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. കോഴിക്കോട്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ്, മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, കണ്ണൂർ DCC അധ്യക്ഷൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. 2011 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കന്നി മത്സരത്തിൽ അന്നത്തെ സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയ്ക്കെതിരെ അട്ടിമറി വിജയം നേടിയായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 3 തവണയായി പേരാവൂരിൽ നിന്നുള്ള നിയമസഭാംഗവും നിലവിൽ UDF കണ്ണൂർ ജില്ലാ ചെയർമാനുമാണ് അദ്ദേഹം. പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ആദ്യ പരീക്ഷണമാവും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. വി വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. വിനോദ്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സന്ധിയാണ്. ഇവിടെ സണ്ണി ജോസഫിന്റെ പേര് ഉയർന്നു വരുമ്പോൾ അതിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്ന ഒരുപാട് കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ശക്തനായ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് ഉണ്ടാവേണ്ടതുണ്ട്. ക്രൈസ്തവ വിഭാഗം പൊതുവെ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു പരാതിയൊക്കെ ഉണ്ട്. BJPയോട് അവർ അടുക്കുന്നു എന്നൊരാശങ്കയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. മറുപുറത്ത് കേരള കോൺഗ്രസ് M പോയതിനു ശേഷം ഇവിടെയുള്ള ഒരു ക്ഷീണം നികത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ ഒരു ഉത്തരമെന്ന നിലയ്ക്കാണ് സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വർഷമൊക്കെ വരും മുമ്പുള്ള ഈ ചുമതലയേൽക്കൽ എത്രത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ഈ KC ജോസഫൊക്കെ ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ തന്നെ ഏറ്റവും കരുത്തരായ നേതാക്കളായി വിലയിരുത്തപ്പെട്ടു. ബെന്നി ബെഹന്നാൻ ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള നേതാവാണ്. ആ തരത്തിലുള്ള പല പേരുകളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ശക്തരായ പോരാളികൾ എന്ന നിലയിൽ തന്നെ വിലയിരുത്തപ്പെട്ട ആളുകൾ. എന്നാൽ KPCCയുടെ തലപ്പത്തേക്ക് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ എത്തിയിട്ട് ദീർഘകാലമാകുന്നു. അതിനാണ് ഇപ്പോൾ സണ്ണി ജോസഫിലൂടെ പാർട്ടി നേതൃത്വം പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് സൗമ്യനാണ്. ഇപ്പോൾ K സുധാകരൻ മാറുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം എത്തുന്നതെങ്കിലും വളരെ സൗമ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ, താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലടക്കം വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധിക്കുന്ന ആളാണ്. ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. കുറേക്കാലം മുൻപ് വരെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ അദ്ദേഹം അതിശക്തമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. ആ നിലയ്ക്കൊക്കെ KPC പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതും. അതേസമയം പുറമെ ഒരുപക്ഷെ സുധാകരനെ പോലെ വളരെ അഗ്രസീവായി അങ്ങനെ ഇടപെടുന്ന ഒരാളല്ല. പക്ഷേ അടൂർ പ്രകാശിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ അടൂർ പ്രകാശ് ഒരുപക്ഷെ UDF കൺവീനറായി എത്തുമ്പോൾ ഒരുപക്ഷെ സമീപകാലത്ത് എത്തിയ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കൾ, അത് മുല്ലപ്പള്ളിയാകട്ടെ, സുധീരനാകട്ടെ, സുധാകരനാകട്ടെ, ഒരുപക്ഷെ ഇവരെക്കാളൊക്കെ താഴെ തട്ടിലെ പ്രവർത്തനം. കാരണം അദ്ദേഹം ആറ്റിങ്ങലിൽ വന്ന്, പത്തനംതിട്ടയിലായിരുന്നു അദ്ദേഹം, അവിടുത്തെ MLA ആയി ദീർഘകാലം പരിചയമുള്ള ആളാണ്. പക്ഷേ CPM പോലെ ഒരു പാർട്ടിയുടെ കോട്ടയിലേക്ക് വരികയും അവിടെ തുടർച്ചയായി വിജയിക്കുകയും ചെയ്ത ആളാണ് അടൂർ പ്രകാശ്. അങ്ങനെ ഒരുപക്ഷെ ഈ താഴെത്തട്ടിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ അറിയുക, മണ്ഡലം തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇടപെടുക, ആ തരത്തിലൊക്കെ തന്നെ സജീവമായി ഇടപെടുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ്. അദ്ദേഹം UDF കൺവീനറായി എത്തുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുവതലമുറയുടെ ഒരു വരവ് തന്നെയാണ്. അതിൽ PC വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ പാലക്കാട്ട് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ, അദ്ദേഹമൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ആ തരത്തിൽ പാർട്ടിയിൽ അടിമുടി മാറ്റമുണ്ടാകും. കാരണം ഒരു പ്രസിഡന്റിനെ മാത്രം കേന്ദ്രീകരിച്ചാകില്ല പ്രവർത്തനം.
കോൺഗ്രസിന്റെ KPCCയുടെ തലപ്പത്ത് ഇനി ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുള്ള നേതാക്കളല്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ പോലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു നേട്ടം അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക, അതിനുവേണ്ടി താഴെത്തട്ടിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, ആ ഒരു നിലയ്ക്കായിരിക്കും ഇനിയുള്ള KPCCയുടെ പ്രവർത്തനം എന്നത് നമുക്ക് നിസ്സംശയം പറയാം. കാരണം AP അനിൽകുമാറിനെ പോലെ വളരെ ശക്തനായ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു നേതാവ് കൂടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ KPCC എന്നത് ഇനി ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചാകില്ല. അവിടെ VD സതീശന്റെ റോൾ കൂടി ഉണ്ട്, നമ്മൾ കാണാതെ പോകരുത്. കാരണം പലപ്പോഴും സുധാകരനും VD സതീശനുമായുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവർ പരസ്പരം വാർത്താ സമ്മേളന വേദിയിൽ പോലും ഉപയോഗിച്ച വാക്കുകൾ വിവാദമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരുപക്ഷെ അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായാൽ അല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാകാതെ പോയാൽ അത് കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയാണ് പലപ്പോഴും കോൺഗ്രസിന് തലവേദനയായിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു മുഖം മിനുക്കലിലേക്ക്, മുഖം മാറ്റത്തിലേക്ക് തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDF കൺവീനർ സ്ഥാനത്തേക്കുള്ള അടൂർ പ്രകാശിന്റെ വരവാണ്. അവിടെയും വലിയ ലക്ഷ്യങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് SNDPയുമായി അല്ലെങ്കിൽ ആ തരത്തിൽ BJPക്ക് കൂടുതൽ ഈഴവ വോട്ടുകൾ പോയ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും നല്ലൊരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ എന്നൊക്കെ പേര് കേട്ട ആളാണ് അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശിനെ പോലൊരാൾ UDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതും വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. കാരണം ഈഴവരെ അകറ്റി നിർത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ ഒരു പരിഭവം പറയുമ്പോഴും അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ UDF കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. കാരണം പൂർണ്ണമായും ആ തരത്തിൽ ഈഴവരെ അകറ്റി നിർത്തിയോ എന്നത് ഒരു ചോദ്യമായി കോൺഗ്രസ് നേതൃത്വവും ചോദിക്കുന്നുണ്ട്. കാരണം സുധീരൻ KPCC പ്രസിഡന്റാകുന്നു, മുല്ലപ്പള്ളിയാകുന്നു, സുധാകരനാകുന്നു, ഇതെല്ലാം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കളാണ്. അവർ ഈ സമീപകാലത്താണ് ആ തരത്തിൽ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് അങ്ങനെ അവഗണന ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ താഴെത്തട്ടിലേക്ക് വന്നാൽ ഈ നേതാക്കൾ ഒഴിച്ച് പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയെ തഴയുന്നു. അത് ഒരു വസ്തുതയായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ക്രൈസ്തവർക്ക് വലിയ പരാതിയുണ്ട് പല ഘട്ടങ്ങളിലായി. അത് ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷമാണെങ്കിൽ അത് വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. BJP ആകട്ടെ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ക്രൈസ്തവരെ അടുപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുകയും അതിൽ ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്യുകയാണ്. കാരണം ഇപ്പോഴും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. പല ബിഷപ്പുമാരും BJPക്ക് അനുകൂലമായി സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ നിലപാടുകൾ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെയൊക്കെ അപകടം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ കരുണാകരന്റെ കാലമൊക്കെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. വയലാർ രവിയെ പോലെയൊക്കെ ഉള്ള നേതാക്കൾ ഉയർന്നു വന്ന ഒരു സമയമാണ്. കരുണാകരന്റെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ വരുമ്പോഴും കരുണാകരൻ അങ്ങനെ ഇവരെ തളർത്തുന്ന ഒരു നിലയിലേക്ക് പോയില്ല. സുധീരനാകട്ടെ, മുല്ലപ്പള്ളി ആകട്ടെ, വയലാർ രവി ആകട്ടെ, അങ്ങനെ പല നേതാക്കൾ ആ സമയത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കുക, ഒപ്പം ക്രൈസ്തവ വോട്ടുകളെ അടുപ്പിച്ചു നിർത്തുക, ഈ ഒരു സാഹചര്യം എങ്ങനെ സാധ്യമാക്കാം? ഇങ്ങനെ ഒരു വെല്ലുവിളി തന്നെയാണ് പുതിയ KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. അത് KPCC പ്രസിഡന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. UDF കൺവീനറുണ്ട്, വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ പരിശ്രമമായിരിക്കും. ആ തരത്തിലുള്ള ഒരു സൂചനയാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം തമ്മിലടിയല്ല, വളരെ കുറച്ച് സമയമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തമ്മിലടിച്ചതുകൊണ്ട് ഇനി കാര്യമില്ല. ഒരുപക്ഷെ ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകും. പല നേതാക്കളും, അതായത് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന രണ്ട് ദ്വന്ദ്വങ്ങൾ, കരുണാകരൻ, AK ആന്റണി, രണ്ടുപേരുടെ മക്കളും BJPയിലേക്ക് പോകുന്ന നിലയുണ്ടായി. ആ തരത്തിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായ ഒരു സമയമാണ്. അവിടെയാണ് ഏത് തരത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് തന്നെ വിപുലമായ ചർച്ചകൾ നടക്കുന്നത്. ഏതായിരുന്നാലും VD സതീശൻ, K സുധാകരൻ ഒരു പോര്, അത് പാർട്ടി നേതൃത്വം നിഷേധിച്ചാലും ഇല്ലെങ്കിലും അത് വസ്തുതയായിരുന്നു, അത് പരസ്യ പോരായിരുന്നു.
വാർത്താ സമ്മേളനങ്ങളിൽ പോലും അവർ കൈക്കൊണ്ട സമീപനങ്ങൾ ഇതെല്ലാം തന്നെ പ്രവർത്തകർക്ക് മുന്നിലുണ്ട്, ജനങ്ങൾക്ക് മുന്നിലുണ്ട്, വോട്ടർമാർക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം തന്നെ ഒരു അർത്ഥത്തിൽ LDFന് വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. കാരണം അവിടെ മുഖ്യമന്ത്രി എന്ന ഒറ്റപ്പേര്, ക്യാപ്റ്റൻ എന്ന ഒറ്റ വിളിപ്പേര്, പിണറായി വിജയൻ എന്ന അതിശക്തനായ നേതാവ്, അദ്ദേഹത്തിന് കീഴിൽ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ചേരിപ്പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പക്ഷേ അതിന് ഒരു മാറ്റമുണ്ടാകും. തീർച്ചയായും അങ്ങനെ ശുഭപ്രതീക്ഷയോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്നത്തെ ദിവസത്തെ ഉറ്റുനോക്കുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാൾ KPCCയെ നയിക്കാനെത്തുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും പ്രധാനം വിനോദ് പറഞ്ഞു നിർത്തിയതുപോലെ തമ്മിൽ തല്ലും തർക്കവും ഒക്കെ നിർത്തി ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. കോൺഗ്രസ് ആണ്. ആ പ്രതീക്ഷ നടക്കുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഇനിയുള്ള പുതിയ അധ്യക്ഷന്റെ കീഴിൽ കണ്ടറിയാം. അതേസമയം സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ പലതരത്തിലുള്ള പോരുകളുമുണ്ട്. അതിലേറ്റവും പ്രധാനം ഫേസ്ബുക്കിൽ നടക്കുന്ന പോരാണ്. അധികാരത്തിന്റെ ആർത്തി മൂത്ത് പാർട്ടിയെ പിളർത്താൻ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആന്റണിയുടെ പ്രതികരണം. KPCC അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന സണ്ണി ജോസഫിനെ പിന്തുണച്ച് എഴുതിയ FB പോസ്റ്റിലാണ് ആരെയോ ഉദ്ദേശിച്ച് മുന്നവെച്ച ഈ വിമർശനം. പുത്തരിയിൽ തന്നെ കല്ലുകടിയായി ആന്റണിയുടെ മുനവച്ച ആക്രമണം. KPCCക്കും UDFനും പൊതുനേതൃത്വം ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഈ അതിരൂക്ഷ വിമർശനം. പ്രതീക്ഷിച്ച അധ്യക്ഷ പദവി നഷ്ടമായതിലുള്ള അമർഷത്തിനപ്പുറം ഗൗരവമുള്ളതാണ് ആരോപണം. പാർട്ടിയെ പിളർത്താൻ ശ്രമിച്ച നേതാവാരെന്ന് FB കുറിപ്പിൽ പറയുന്നില്ലെങ്കിലും ഉന്നം വ്യക്തമാണ്. അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനും ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയെന്നാണ് ആന്റോയുടെ വിശേഷണം. സുധാകരന് പകരം സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കിയതിനെക്കുറിച്ച് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിന് മറുപടി എന്ന മട്ടിലാണ് FB കുറിപ്പ്. ക്രൈസ്തവ സഭയുടെ താൽപര്യത്തിന് വഴങ്ങിയാണ് അറിയപ്പെടാത്തതും അപ്രസക്തനുമായ ആളെ KPCC അധ്യക്ഷനാക്കിയതെന്നും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയണമെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന കുറിപ്പിന് പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് കമന്റുകളിൽ. KPCC അധ്യക്ഷനായിരുന്ന VM സുധീരനെ വെള്ളാപ്പള്ളി തെരുവിൽ പരസ്യമായി തെറിവിളിച്ചപ്പോഴൊന്നും ഇങ്ങനെ ഒരു എഴുത്ത് കണ്ടില്ലല്ലോ എന്ന ചോദ്യവും ചില പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിയെ പിളർത്താൻ ശ്രമിച്ച നേതാവായിരുന്ന ചോദ്യവും കമന്റുകളിൽ നിറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പോസ്റ്റ് വന്നാൽ മറുപടി നിർബന്ധമാണ്. ആന്റണിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പിന്നാലെ വന്നു. സഹകാരികളെ വഞ്ചിച്ച് പാർട്ടിയുടെ സഹകരണ സ്ഥാപനം കട്ടുമുടിച്ചെന്ന ആരോപണം തനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് പോസ്റ്റിലെ ഒളിയമ്പ്. വട്ടിയൂർക്കാവിലും നേമത്തും വടകരയിലും തൃശൂരിലുമൊക്കെ പോരാട്ടത്തിന് ഇറങ്ങിയത് അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല. ആന്റണിയുടെ വിമർശനത്തിനാണ് FB പോസ്റ്റിലൂടെ മുരളീധരന്റെ ഇങ്ങനെയൊരു മറുപടി. ഇന്നത്തെ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട വിധി കോടതിയിൽ നിന്ന് വരാനുണ്ട്. അത് നമ്മളെയൊക്കെ, ഈ നാടിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലപാതക കേസിലാണ്. കേതൽ ജിൻസൺ രാജ എന്ന ചെറുപ്പക്കാരൻ പ്രതിയായ നന്ദൻകോട് കൂട്ടക്കൊല കേസിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പിതാവിനോടുള്ള പകയെ തുടർന്ന് കൂട്ടക്കൊല നടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 2017 ഏപ്രിൽ 9 ക്ലിഫ് ഹൌസ് പരിസരത്തെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകങ്ങൾ നടന്നത്. ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൌണ്ടിലെ 117 നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജ തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 3 മൃതദേഹങ്ങൾ കത്തിയ നിലയിലും ഒരെണ്ണം കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വെട്ടിയും കഴുത്തറത്തും കൊന്ന ശേഷമായിരുന്നു കത്തിച്ചത്. കൊലകൾക്ക് ശേഷം കേഡൽ ചെന്നൈയിലേക്ക് പോയി. അവിടെ നിന്നും തിരിച്ചെത്തിയ ശേഷമാണ് പോലീസ് പിടിയിലായത്. തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കോടതിയിൽ പ്രതി കേതൽ ജിൻസൺ രാജ വാദിച്ചു. കൊലപാതകം നടന്നപ്പോൾ താൻ തിരുവനന്തപുരത്തില്ലായിരുന്നു. ആ സമയം ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നും കേതലിന്റെ വാദം. ഈ വാദത്തിന് തെളിവില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിദേശ പഠനത്തിലൂടെ ദുർമന്ത്രവാദ സംഘത്തിന്റെ വലയിൽപ്പെടുകയായിരുന്നു കേഡൽ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ദുർമന്ത്രവാദത്തിനായി വീട്ടുകാരെ തന്നെ ഇരകളാക്കുകയായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ച സൂചന. എന്നാൽ പിന്നീട് പിതാവിനോടുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, നമ്മുടെയൊക്കെ കരിയറിൽ തന്നെ ഏറ്റവും ഞെട്ടലോടെ കേട്ട ഒരു കൂട്ടക്കൊലപാതക വാർത്തയായിരുന്നു നന്ദൻകോട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അങ്ങനെ ഒരു കൂട്ടക്കൊലപാതകം നടന്നത് വളരെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു കേസിൽ ഇന്ന് വിധി വരുമ്പോൾ
എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ സാഹചര്യ തെളിവുകളായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയല്ലേ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, തീർച്ചയായും ഈ അഫാൻ നടത്തിയ കൂട്ടക്കൊല സമീപകാലത്താണ് ഈ അഫാന്റെ പ്രവൃത്തി 5 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഒരുപക്ഷെ 2017 സമാനമായ രീതിയിൽ തന്നെ വീട്ടുകാരെ കൊലപ്പെടുത്തിയ ഒരു കേസായിരുന്നു ജെൻസിൽ കേഡൽ രാജയുടെ ഒരു ഏറ്റവും വലിയ ക്രൂരമായ നടപടി. അതിൽ മാതാപിതാക്കൾ, സഹോദരി, വീട്ടുജോലിക്ക് വന്നിരുന്ന ഒരു ബന്ധു, തരത്തിൽ 4 പേരെയാണ് കൊലപ്പെടുത്തിയത്. ആദ്യം ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ പോയ കേഡൽ രാജ അവിടെ ദുർമന്ത്രവാദത്തിന് അടിപ്പെടുകയായിരുന്നു. അതിലേക്ക് ആകൃഷ്ടനായി പിന്നീട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു കാര്യം, അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നത് കാണുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തി എന്ന ഒരു വിലയിരുത്തലായിരുന്നു. പിന്നീട് മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പിതാവിനോടുള്ള വൈരാഗ്യം ഇതിന് കാരണമായി എന്ന് കുറ്റപത്രത്തിൽ പോലീസ് ചേർക്കുന്നത്. ആ ഒരു കുറ്റപത്രമാണ് പിന്നീട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ മുമ്പിലെത്തിയതും. ആ കേസിലാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയുന്നത്. നേരത്തെ 2 തവണ വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. ഇന്ന് കുറ്റക്കാരനാണോ അല്ലയോ എന്ന കാര്യമായിരിക്കും ആദ്യം പറയുക. ഏതായിരുന്നാലും വളരെ പ്രമാദമായ ഒരു കേസാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് ആദ്യത്തെ ദിവസം മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തുന്നു. ആദ്യം മാതാവിനെ, പിന്നീട് പിതാവിനെ, സഹോദരിയെ ഈ തരത്തിൽ കൊലപ്പെടുത്തുകയാണ്. അന്ന് ഓൺലൈൻ വഴി വാങ്ങിയ ഒരു ആ മഴു കൊണ്ട് തലയ്ക്കടിച്ചാണ് ഇവരെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം വീട്ടിലേക്ക് ലളിത എന്ന സ്ത്രീ ജോലിക്ക് വേണ്ടി വരുന്നു. അവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളാണ്. അവരെ കൊലപ്പെടുത്തുന്നു. അതും കഴിഞ്ഞുള്ള ദിവസം അവിടെ ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുകയാണ്. ഈ ലളിതയുടെ മൃതദേഹമാകട്ടെ കത്തിക്കുകയാണ്. അവിടെ ശുചിമുറിയിൽ അവരെ ശരീരം കത്തിച്ചു കളയാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന ഈ 2 ദിവസങ്ങളിലായി നടന്ന 4 കൊലപാതകങ്ങൾ, അതിന് തൊട്ടടുത്ത ദിവസം ആ വീട്ടിലേക്ക് കേബിളിന്റെ ആളുകൾ വരുന്നുണ്ട്. കേബിളിന്റെ പണം വാങ്ങാൻ. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. ബാങ്കിന്റെ പ്രതിനിധികൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് ഈ പ്രതി അവരോട് പെരുമാറിയത്. അതിനുശേഷം 8-ാം തീയതി, ഈ 4-ാം ദിവസം, ഈ സംഭവം നടന്ന 4-ാം ദിവസമാകുമ്പോൾ ഇയാൾക്ക് വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അങ്ങനെ ചെന്നൈയിലേക്ക് പോവുകയും പിന്നീട് പോലീസ് പിടിയിലാവുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടിയാണ് ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് നേരത്തെ പഠനത്തിന് പോയിരുന്നു. ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോവുകയും അവിടെ ചില ഈ ബ്ലാക്ക് മാജിക് എന്ന തരത്തിൽ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകൾ അവരുമായി അടുക്കുകയും അവരുടെ ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പിന്നീടാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പിതാവിനോടുള്ള വൈരാഗ്യം എന്ന കാര്യമാണ്. ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. പലരും ഇയാൾ കൂടുതൽ ആളുകളോട് സംസാരിക്കാത്ത നിലയായിരുന്നു. പ്രത്യേക സെല്ലിൽ അടച്ചിരുന്ന സമയമുണ്ട്. അവിടെ വെച്ചാണ് ഈ ആത്മഹത്യയ്ക്കുള്ള ശ്രമം ഇടയ്ക്ക് കാണിച്ചത്. ഏതായിരുന്നാലും ഈ അവസാനം വിചാരണാഘട്ടത്തിന്റെ ഏറ്റവും ഒടുവിൽ കോടതിയോട് പ്രതി പറഞ്ഞത് താൻ ഈ സംഭവം നടക്കുമ്പോൾ ചെന്നൈയിലായിരുന്നു എന്നതാണ്. അതായത് കൊലപാതകത്തിൽ പങ്കില്ല എന്ന കാര്യമാണ് പ്രതി കോടതിയോട് പറഞ്ഞത്. പക്ഷേ ഈ സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ അത് ഖണ്ഡിച്ചു. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലാണ് ഇന്ന് വിധി വരാനിരിക്കുന്നത്. ശ്രീജ, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിനോദിൽ നിന്ന് ചോദിച്ചറിയാം. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണത്തെക്കുറിച്ചാണ്. അത് തിരികെ ലഭിച്ചെങ്കിലും അക്കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. സ്വർണത്തകിട് മണ്ണിൽ 1 അടിയോളം താഴ്ചയിൽ കണ്ടെത്തിയതിലാണ് ദുരൂഹത തുടരുന്നത്. വിനോദ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാവുന്ന സംശയം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരല്ലാതെ മറ്റൊരാൾക്ക് ആ സ്വർണം എടുക്കാനും അല്ലെങ്കിൽ ഈ തരത്തിൽ കുഴിച്ചിടാനും ഒന്നും കഴിയില്ലല്ലോ. ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവിടെ നിന്ന് മാറ്റാം എന്ന നിലയ്ക്കാണോ ഈ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഈ സ്വർണം കൈകാര്യം ചെയ്ത രീതിയിൽ തന്നെ ചില കുഴപ്പങ്ങളുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു. നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതായത് ക്ഷേത്ര പരിസരത്തിൽ ക്ഷേത്ര വളപ്പിൽ തന്നെയുള്ള ലോക്കറുണ്ട്. ആ ലോക്കറിൽ നിന്ന് സ്വർണം പെട്ടിയിലാണ്, ലോക്കറിനകത്ത് സ്വർണം സൂക്ഷിക്കുന്നത്. ആ പെട്ടിക്കുള്ളിൽ ഒരു സഞ്ചിയുണ്ട്. ഈ പെട്ടി അതേപടി കൊണ്ടുവന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്വർണം തൂക്കി നോക്കുന്ന ആളുമുണ്ട്, സ്വർണ്ണപ്പണിക്കാരനുണ്ട്, മറ്റുദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച്, ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഈ പെട്ടി തുറന്ന് അതിനകത്ത് സഞ്ചിയിലുള്ള സ്വർണ്ണമെടുത്ത് തൂക്കി നോക്കാൻ നൽകേണ്ടത്. ഇത് ഇടയ്ക്കിടെ നടത്തേണ്ട ഒരു കാര്യമാണ്. ഓരോ നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ അവിടെ സ്വർണം ഉരുക്കുന്ന നടപടിയുമുണ്ട്.
മറ്റാവശ്യങ്ങൾക്കായി പുറത്തെടുക്കുന്നതുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വർണം തൂക്കി നോക്കിയാണ് തിരികെ ലോക്കറിൽ വെക്കുന്നത്. പക്ഷേ ഇത്തവണ, അതായത് സ്വർണം നഷ്ടപ്പെടുന്നതിന് മുൻപുള്ള നടപടി, ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറക്കുന്നു. അതിനുള്ളിലുള്ള സഞ്ചിയുമായാണ് ഇയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നത്. മാത്രമല്ല, ഇവർ നടന്നു വരുമ്പോൾ പോലീസ് ഗാർഡ് സ്വർണം കൊണ്ടുവരുമ്പോൾ പോലീസിന്റെ ഗാർഡ് അനുഗമിക്കേണ്ടതുണ്ട്. ഈ ഗാർഡും കൊണ്ടുവന്ന ജീവനക്കാരനുമായി വലിയ അകലം പാലിച്ചു. അതും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ക്രമവിരുദ്ധമായി സംഭവിച്ചത്. പെട്ടി തുറന്ന് ലോക്കറിൽ വെച്ച് തന്നെ സ്വർണം ഇരിക്കുന്ന സഞ്ചി കയ്യിലെടുക്കുന്നു. രണ്ട്, ഈ ഗാർഡ് കൃത്യമായി അനുഗമിച്ചില്ല എന്ന ഒരു വിലയിരുത്തൽ. ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. വലിയ വിവാദമായി പിന്നാലെ പോലീസിന്റെ പരിശോധന നടന്നു. അവിടെ മണൽ പരപ്പാണ്. ക്ഷേത്രത്തിനകത്ത് കുറെ പ്രദേശങ്ങളിൽ മണൽ വിരിച്ചിട്ടുണ്ട്. ഈ മണലിൽ മെറ്റൽ ഡിറ്റക്ടറും അല്ലാതെ മാനുവലായിട്ടുള്ള പരിശോധന നടന്നു. തുടർന്നാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഈ സ്വർണം പോലീസ് കണ്ടെടുക്കുന്നത്. മണലിൽ പുതഞ്ഞ നിലയിലായിരുന്നു. അവിടെയാണ് ചില ദുരൂഹതകൾ സംശയിക്കുന്നത്. കാരണം ഇത് മോഷണമല്ല എന്ന ഒരു പ്രാഥമിക നിഗമനം ഉണ്ടെങ്കിലും മുൻപ് ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരടക്കം ജീവനക്കാരടക്കം പറയുന്നത് ഇത് പലപ്പോഴും നടക്കുന്ന കാര്യമാണ്. കാരണം ആദ്യം ഒരു വസ്തു കാണാതാകുന്നു. സ്വർണം മാത്രമല്ല, അവിടെയുള്ള പല പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട്. നൂറ്റാണ്ട് പഴക്കമുള്ള പാത്രങ്ങളാണ്. ഇതൊക്കെ തന്നെ വിദേശത്തേക്ക് കടത്തിയാൽ കോടികൾ ലഭിക്കുന്നതാണ്. ഇങ്ങനെ പലതും കാണാതാകുന്നു. പിന്നീട് ഇത് പരാതിയാകുമ്പോൾ കണ്ടെടുക്കുന്നു. പക്ഷേ ഈ എടുക്കുന്ന സാധനമായിരിക്കില്ല പിന്നീട് കണ്ടെടുക്കുന്നത്. അതേ രൂപത്തിൽ പുതിയ കാലഘട്ടത്തിൽ നിർമ്മിച്ച വസ്തുക്കൾ, പലരും പറയുന്നത് ചാലക്കമ്പോളം തൊട്ടടുത്താണ്. ഇവിടെയുള്ള വസ്തുവിന്റെ അതേ രൂപത്തിലുള്ള സാധനം ചാലയിൽ നിന്ന് വാങ്ങുന്നു. ഈ കോടികൾ വിലമതിക്കുന്ന വസ്തുക്കൾ ഇവിടെ നിന്ന് മാറ്റുകയും ആ സ്ഥാനത്തേക്ക് ഈ ചാലയിൽ നിന്ന് വാങ്ങുന്ന വസ്തു കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള ആരോപണവും പരാതിയും നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും ആ തരത്തിലുള്ളതാണ്. ഇത് സ്വർണ്ണ കമ്പിയാണ്. 13 പവന്റേതാണ്. വാതിൽ സ്വർണം പൂശാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ്. സ്വർണത്തിന് പകരം ഒരുപക്ഷെ സ്വർണം വെക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ സ്വർണം പൂശിയ വസ്തു കൊണ്ടുവച്ച് പിന്നീട് തട്ടിപ്പ് നടത്താം എന്ന തരത്തിലൊക്കെ ചില മുൻ ജീവനക്കാർ ഈ കാര്യം പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തു ഇങ്ങനെ കാണാതാകുന്നതും കേസാകുമ്പോൾ, ഏതെങ്കിലും സാഹചര്യത്തിൽ കേസായാൽ ആ സാധനം തിരിച്ചു വരുന്നതും. ഇത് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി നടക്കുന്നു. ഭരണസമിതിയെക്കുറിച്ചും വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. അവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, രാജകുടുംബത്തിന്റെ പ്രതിനിധിയുണ്ട്. ഈ വലിയ നിധിശേഖരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ പുതിയ ഭരണസമിതി വരുന്നത്. ഈ ഭരണസമിതി തന്നെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെയാണെങ്കിൽ തീർത്തും കഷ്ടമായിരുന്നു എന്ന ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൽ മറ്റാർക്കും ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഭരണസമിതി തന്നെ തീരുമാനിക്കും പോലെ മുൻപ് കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷെ അത് ഒഴിവാക്കാനാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നത്. പക്ഷെ ആ സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. എന്തായാലും ഇത്തരം ഒരു പരാതി ഉയരുമ്പോഴെങ്കിലും ആ സംവിധാനത്തിൽ പിഴവുകളുണ്ടോ, അത് പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ എന്തായാലും നടക്കട്ടെ. മറ്റൊരു വാർത്ത, അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് ADGP MR അജിത് കുമാറിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. തിരുവനന്തപുരം കോടതിയിലാണ് സമർപ്പിക്കുന്നത്. ഇന്ന് റിപ്പോർട്ട് നൽകണമെന്ന കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് തീരുമാനം. വിശദാംശങ്ങൾ വിനോദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇതിൽ PV അൻവർ ഉൾപ്പെടെ ഉള്ള അവർ ഉന്നയിച്ച ആരോപണം, അതായത് MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതിൽ കവടിയാറിലെ വീട് നിർമ്മാണമുണ്ട്. ഈ മരം മുറിയുമായി ബന്ധപ്പെട്ട ആരോപണം നിലനിന്നിരുന്നു. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, ഇവരിൽ നിന്നെല്ലാം പണം പറ്റിയിരുന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയർന്നു വന്നു. അപ്പോഴാണ് സർക്കാർ ഈ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത്. മാത്രമല്ല, RSS നേതാക്കളുമായി നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട സംഭവം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിലൊക്കെ തന്നെ DGP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ ഇടപെടലുകൾ അത് വ്യക്തമല്ല. കാരണം RSS നേതാക്കളെ കണ്ടത് എന്തിന് എന്നത് കാര്യമൊന്നും വ്യക്തമല്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന പരാതി കൂടി ഉയർന്നു വന്നത്. സർക്കാരിന് ലഭിച്ച പരാതിക്ക് പുറമെ കോടതിയിലും ഇത് സംബന്ധിച്ച പരാതി എത്തുന്ന നിലയുണ്ടായി. ഏതായിരുന്നാലും തിരുവനന്തപുരത്തെ വിജിലൻസ് സംഘമാണ് ഇത് അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകി. അതിൽ ക്ലീൻ ചിറ്റാണ്, അതായത് ബാങ്ക് വായ്പ കൊണ്ടാണ് കവടിയാറിലെ വീട് നിർമ്മാണം നടത്തുന്നത്. ഈ മരം മുറിയിൽ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അജിത് കുമാറിന് ബന്ധമുണ്ടെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരിൽ നിന്ന് പണം പറ്റി എന്ന കാര്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ തരത്തിലായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ട്. അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് സർക്കാരിന് നൽകിയെങ്കിലും
കോടതിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകാൻ ഇതുവരെ വിജിലൻസ് സംഘം തയ്യാറായിരുന്നില്ല. അതിന്റെ കാരണം അവ്യക്തമാണ്. എന്തുകൊണ്ട് ആ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിയില്ല എന്നത് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഒരു ശാസനം തന്നെ ആ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്. 12-ന്, അതായത് ഇന്ന് ഈ റിപ്പോർട്ട് നിർബന്ധമായും ഹാജരാക്കണമെന്ന കാര്യം. മാത്രമല്ല, അജിത് കുമാറിനെ സംബന്ധിച്ച് കോടതിയുടെ ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ അജിത് കുമാറിനെ സംബന്ധിച്ചുണ്ടാകുന്നൊരു മെച്ചം, ഇപ്പോൾ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാനുള്ള പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ യോഗേഷ് ഗുപ്ത, സുരേഷ് രാജ് പുരോഹിത്, മനോജ് എബ്രഹാം, 6ാമത്തെ പേരുകാരനായി MR അജിത് കുമാറിന്റെ പേരാണ് പട്ടികയിലുള്ളത്. ഈ പട്ടികയിൽ നിന്ന് 3 പേരെയാണ് കേന്ദ്രം സംസ്ഥാനത്തിലേക്ക് അയക്കുന്നത്. അതിലൊരാളിനെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയോഗിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ വളരെ വിദൂരമായ സാധ്യത മാത്രമാണ്. കാരണം ഈ പട്ടികയിൽ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ 3 പേരടങ്ങുന്ന പട്ടികയിൽ കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള സാധ്യത വിരളമാണ്. വന്നാൽ തന്നെ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുക എന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല, CPI വലിയ പ്രതിഷേധമാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പും പ്രതിഷേധവുമൊക്കെ അജിത് കുമാറിനെതിരെ രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നതുപോലും CPIയുടെ അതിശക്തമായ എതിർപ്പിനെ തുടർന്നാണ്. ഏതായിരുന്നാലും ഒരു സാധ്യത, അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ആ പട്ടികയിൽ 3 പേരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുകയും അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച്, വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ തുടർന്നുള്ള ഇനി ഈ കേസിന്റെ നിയമ നടപടികൾ പരിശോധിച്ചാലും കോടതി ഈ റിപ്പോർട്ട് അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് കറകളഞ്ഞ ഉദ്യോഗസ്ഥനായി അഴിമതിയുടെയോ മറ്റ് ഭാരമില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഏതായിരുന്നാലും ഇന്ന് ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിക്ക് മുന്നിലെത്തുകയാണ് ശ്രീജ. ശരി, PV വിനോദാണ് വിശദമായ വിവരങ്ങൾ വാർത്തകളുടെ നൽകിയത്. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതക കേസിലെ വിചാരണ നീട്ടണമെന്ന പ്രതിയുടെ ആവശ്യത്തെ എതിർക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെ അപേക്ഷ. ഡോക്ടർ K പ്രതിഭയാണ് ഇത് സംബന്ധിച്ച് പരാതി പോലീസ് മേധാവിക്ക് നൽകിയത്. പ്രതിഭാഗം അഭിഭാഷകൻ മരണപ്പെട്ട സാഹചര്യത്തിൽ പ്രതിക്ക് മറ്റൊരു അഭിഭാഷകനെ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രതിയായ സന്ദീപ് ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുൻപാകെയാണ് ആവശ്യം ഉന്നയിച്ചത്. കേസ് നീട്ടിക്കൊണ്ടുപോകാൻ പ്രതി നടത്തുന്ന ആസൂത്രിത നീക്കമാണ് ഇതെന്നും അത് തടയണമെന്നുമാണ് മെഡിക്കൽ ഓഫീസറായ പ്രതിഭയുടെ അപേക്ഷയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു തൊഴിൽ തട്ടിപ്പ് കേസായിരുന്നു കാർത്തിക പ്രദീപ് നടത്തിയത്. ഈ പണം കാർത്തിക വിദേശത്ത് നിക്ഷേപിച്ചു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ പലരിൽ നിന്നും പണം വാങ്ങിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി. ഡാനി, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു തട്ടിപ്പ് എങ്ങനെ ഇവർ നടത്തി എന്ന രീതിയിലൊക്കെ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവർ വിദേശത്ത് നിക്ഷേപിച്ചു എന്നാണോ ഇപ്പോൾ അറിയുന്നത്? ശ്രീജ, ഇതൊരു സംശയവും ചില സൂചനകളും മാത്രമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങൾ പോലീസിനുണ്ട്. നിലവിൽ അവർ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇവിടെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇപ്പോൾ വീണ്ടും ജുഡീഷ്യൽ റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ്. ഇവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ അവർ 2 അക്കൗണ്ടുകൾ അവർക്കുള്ളതായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരു അക്കൗണ്ടിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നത്. കാരണം ഈ നൽകിയിരിക്കുന്ന പണം ഏതാണ്ട് 3 കോടിയോളം രൂപ അവർ സമാഹരിച്ചതായി മറ്റും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും തന്നെ ഈ സമാഹരിക്കപ്പെട്ട പണം ഈ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പണം എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ഇവരൊരു ആഡംബര ജീവിതം നയിച്ചിരുന്നവരാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ പണം ഇവർ ഇത്തരം പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ ആഡംബര ജീവിതത്തിനുമായിട്ട് ചെലവഴിച്ചതായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും വലിയ പണം പിന്നെയും അവശേഷിക്കുന്നു. അത് ഈ അക്കൗണ്ടിൽ നിന്ന് പലയിടങ്ങളിലേക്ക് മാറ്റിയതായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വിദേശത്തേക്ക് കടത്തിയോ എന്നൊരു സംശയമാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. കാരണം ഇവർ UK-യിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അവിടെ തൊഴിൽ നൽകാം എന്ന രീതിയിലുള്ള ഒരു ഉറപ്പ്
അവർ നൽകിയിരുന്നു. പലരോടും താൻ ഡോക്ടർ ആണ് എന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല UK ഒരു ബന്ധു അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകിയിരുന്നു. എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്ന കാര്യങ്ങളിലടക്കമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം ആ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയോ എന്നത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം ഇവർക്കൊരു ബിസിനസ് പാർട്ണർ ഉണ്ടായതായി പറയുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെയില്ല. കൊച്ചി സ്വദേശിയാണ്. ഇയാളെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇയാൾ വഴിയാണോ ഈ പണം മാറ്റിയത്, അല്ലെങ്കിൽ ഇയാളിലേക്കാണോ ഇത് എവിടെയെങ്കിലും നിക്ഷേപിക്കാനോ മറ്റോ നിയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വേണം. വൈകാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണവും കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിൽ തന്നെ പോലീസിലും മറ്റും വീണ്ടും പരാതിയുമായിട്ട് എത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു ഏജൻസി ആയിരുന്നു ടെക് ഓഫ് എന്ന് പറയുന്ന ഒരു ഏജൻസി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇവർ സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, എന്തായിരുന്നു ഇവരുടെ കൃത്യമായ ഒരു ലക്ഷ്യം, ഈ സമാഹരിക്കപ്പെട്ട പണം വിദേശത്തേക്ക് തന്നെ മാറ്റിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ തുടരുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇവരുണ്ടായിരുന്നു. അതിൽ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വസ്തുതാ പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വൈകാതെ കൂടുതൽ പരിശോധനകളിലേക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ കൂടുതൽ കണക്കുകളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീവ്ര യുദ്ധം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയിൽ ധാരണയായെന്ന സൂചന. ഔദ്യോഗികമായുള്ള ഒരു അറിയിപ്പ് ഇന്ന് പുറത്തു വന്നേക്കും. സ്വിറ്റ്സർലൻഡിൽ ചേർന്ന 2 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇരു കക്ഷികളും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തിയത്. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ലോകം ഉറ്റുനോക്കുന്ന ഒരു ട്രേഡ് വാർ ആയിരുന്നു അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്നത്. അത് വ്യാപാര ക്രമത്തെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന വലിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് 2 രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ശ്രീജ, ആ തരത്തിലുള്ള ഒരു അവകാശവാദം US-ന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും പൊതുവെ വരുന്ന വിലയിരുത്തലുകൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ള തരത്തിലാണ്. ഒരു കൺസൾട്ടിംഗ് സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തീരുവ പരിപൂർണമായിട്ട് പിൻവലിക്കുന്ന തരത്തിലേക്ക് അതെപ്പോൾ നടപ്പിലാകും എന്നറിയില്ല. എങ്കിലും പ്രതീക്ഷയോടെ കാണുന്നുണ്ട് ജനീവയിൽ നടന്നിരിക്കുന്ന US ചൈന ചർച്ച എന്നാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം വന്നിരിക്കുന്നത്. ഇത് തുടങ്ങി നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ 145% തീരുവ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇതിന് പ്രതികാരമായിട്ട് 125 തിരിച്ച് ചൈന ആ നിലപാടിലേക്ക് എടുക്കുന്നു. വലിയ തരത്തിലൊരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകുകയാണ് ലോക വിപണി മേഖലയിൽ തന്നെ. ഇതൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ജനീവയിൽ വെച്ച് ഈ ചർച്ച നടക്കുന്നത്. ഇതിനകത്ത് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, ഒപ്പം US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിയർ ഗ്രിയർ, ചൈനീസ് വൈസ് പ്രീമിയർ ഹേ ലിഫെങ് എന്നിവരാണ് ചർച്ചകൾ പങ്കെടുത്തത്. ഈ ചർച്ച തുടങ്ങി ആദ്യ ദിവസം തന്നെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കുന്നത് ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനെതിരെ 2ാം ദിവസം ചൈന രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗണ്യമായ പുരോഗതി ഉണ്ട് എന്ന് ചൈനയുടെ ഭാഗത്തുനിന്ന് സമ്മതിക്കാൻ ഒരു വൈമുഖ്യം കാണിക്കുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയും അങ്ങനെ ഒരു ഗണ്യമായ പുരോഗതി ഉണ്ട് എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ചൈനയുടെ വൈസ് പ്രീമിയർ ഹേ ലിഫെങ് ആ തരത്തിലൊരു പ്രതികരണം നടത്തിയതോടുകൂടിയാണ് ലോകമാധ്യമങ്ങൾ ഈ ജനീവ ടോക്സിൽ ഒരു പുരോഗതി ഉണ്ടായതായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഇപ്പം കഴിഞ്ഞ 2 ദിവസമാണ്, 10-ാം തീയതി 11-ാം തീയതിയാണ് ജനീവയിൽ ഈ ചർച്ച നടന്നത്. ഇന്ന് ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാകും. ഇതിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് 80% തീരുവ കുറയ്ക്കാമെന്നുള്ളതാണ്. 145% വെച്ച് നോക്കുമ്പോൾ 80% കുറവാണെങ്കിലും ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി അംഗീകരിക്കാവുന്ന ഒരവസ്ഥ അല്ല ഇതുള്ളത്. അതൊന്ന്. പിന്നെ ഒരു കൺസൾട്ടേഷൻ സംവിധാനമാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അമേരിക്ക ആദ്യം തീരുവ നീക്കണം എന്നാണ് ബീജിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യത്തോട് അമേരിക്ക ഏത് തരത്തിലാണ് പ്രതികരിക്കുക, അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതൊക്കെയാണ് ഈ തീരുവ പിൻവലിക്കൽ ഉടനടി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് എത്രത്തോളം ഒരു വിശാലമായ കരാർ ഉടനടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഒരു വശത്ത് അമേരിക്കയും മറുവശത്ത് ചൈനയുമാണ്. വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഇരു കക്ഷികളുടെയും സന്നദ്ധത ഇതിൽ വലിയൊരു വിഷയമാണ്. അങ്ങനെ നടക്കുമ്പോൾ പോലും ഈ
യുഎസിന്റെ ട്രഷറി ഹോൾഡിങ്ങുകൾ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും ചൈന അമേരിക്ക തീരുവ യുദ്ധം വലിയ വിഷയം. അതാണ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ വളരെ മോശമായിട്ട് ബാധിച്ച ഒരു കാര്യമാണ്. വിശാലമായിട്ടുള്ള ഒരു കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും താൽക്കാലികമായി ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ലോക സാമ്പത്തിക മേഖലയ്ക്ക് പോലും ഉണർവാകും. ഏതായാലും ഇന്ന് സംയുക്ത പ്രസ്താവന ഉണ്ടാകും. ഇരു രാജ്യങ്ങളുടെയും അതിനകത്ത് ചിത്രം കൂടുതൽ വ്യക്തമാകും എന്നാണ് സൂചന. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ടിബറ്റിനെ വിറപ്പിച്ച് വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ആളപായമില്ല. കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 120 പേരാണ് ടിബറ്റിൽ മരിച്ചത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ആ ജനുവരിയിലെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയുണ്ടായത്. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് പുലർച്ചെ 5:11 കൂടിയായിരുന്നു ടിബറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 5.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത് വൻ അപകട സാധ്യതയാണ് ഇപ്പോൾ അധികൃതർ പ്രവചിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ വലിയ ഭൂചലനങ്ങളെക്കാൾ അപകടകാരികൾ ചെറിയ ഭൂചലനങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഈ കെട്ടിടങ്ങൾക്ക് അടക്കം കേടുപാടുകൾ സംഭവിക്കുന്നതിന് ഈ ചെറിയ ഭൂകമ്പങ്ങളാണ് കാരണമാവുക എന്നാണ് ഇപ്പോൾ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നതും. എന്തായാലും കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ അപകടത്തിൽ ഭൂചലനത്തിൽ അന്ന് 6.8 തീവ്രതയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ 120 പേരാണ് അന്ന് മരിച്ചത്. മാത്രവുമല്ല, അന്നത്തെ ഒരു അപകടത്തിൽ 110 കിലോമീറ്ററിലധികം താഴ്ചയിലായിരുന്നു ഭൂകമ്പം രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ അത് 10 കിലോമീറ്റർ താഴ്ച അത്രയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുറവ്, ഈ ചെറിയ ഭൂകമ്പമാണ് അപകടകാരികൾ എന്ന് തന്നെയാണ് സൂചന നൽകുന്നത്. എന്തായാലും നിലവിൽ ആളപായമില്ല. പക്ഷേ ഇത് വൻ അപകട സാധ്യത കണക്കിലെടുത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൺട്രോൾ റൂമുകളൊക്കെ നിലവിൽ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അധികൃതരുടെ നേതൃത്വത്തിൽ ഇനി ഈ ഭൂചലനങ്ങൾ അടിക്കടി ടിബറ്റിൽ ഭൂചലനങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ഒരു പ്രത്യേക ബോർഡിനെ നിയോഗിക്കുമെന്നുകൂടി ഇപ്പോൾ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ടിബറ്റിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ, ഭൂചലനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആളപായമില്ല. പക്ഷെ അത് ഒരു ആശ്വാസം അല്ല. കാരണം ഇത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയിലാണ് ടിബറ്റൻ ജനതയുള്ളതും. ശ്രീജ. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഏതൊരു നഗരത്തിലും അതിപ്പോൾ എവിടെയായാലും ശരി, ഒരു മരം, പ്രത്യേകിച്ച് വലിയ കാറ്റിലും മഴയിലൊക്കെ ഒരു മരം വീണ വലിയ പ്രശ്നമാണ്. കൊച്ചി നഗരത്തിൽ പക്ഷേ ഇനി അങ്ങനെ ഒരു മരം വീണാൽ നിമിഷങ്ങൾക്കകം തന്നെ അവ പൊടിച്ചു നീക്കും. നഗരസഭയുടെ ചോപ്പർ വിത്ത് ട്രാക്ടർ പ്രവർത്തന സജ്ജമായപ്പോഴാണ് ഇങ്ങനെ ഒരു സൗകര്യം വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് മഴ വരാൻ പോവുകയാണ്. അപ്പോൾ വർഷകാല കെടുതികളെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ സംവിധാനം നിലവിൽ വരുന്നത്. കേരളത്തിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഈ സംവിധാനം ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. കാറ്റിലും മഴയിലുമെല്ലാം വലിയ വൃക്ഷങ്ങൾ വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നതും വെട്ടിമാറ്റുന്ന വൃക്ഷശിഖരങ്ങൾ വഴിയരികിൽ ദിവസങ്ങളോളം കിടക്കുന്നതും പതിവ് കാഴ്ചയാണ്. എന്നാൽ കൊച്ചി നഗരസഭ ഇതിന് പരിഹാരം കാണുകയാണ്. കഴിഞ്ഞ ദിവസം മഴയിൽ ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലത്ത് വീണ മരത്തിന്റെ ശിഖരങ്ങൾ പൊടിച്ചു നീക്കിയാണ് ചോപ്പർ തന്റെ വരവറിയിച്ചത്. 3 ലോഡ് വരുന്ന ശിഖരങ്ങൾ പൊടിച്ച് 3 ചാക്കിലാക്കിയാണ് കൊണ്ടുപോയത്. വലിയ ശിഖരങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടവും ഒരു പ്രശ്നമാണ്. പുതിയ സംവിധാനം വന്നതോടെ നഗരസഭയ്ക്ക് സാമ്പത്തിക ബാധ്യതയും കുറയും. 17 ലക്ഷം രൂപ മുടക്കി ട്രാക്ടർ വിത്ത് ചോപ്പർ വാങ്ങുകയും വളരെ വിജയകരമായത്. കാരണം 3 ലോറിയിൽ കയറുന്ന ചുള്ളിക്കൊമ്പുകൾ ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് അത് പൊടിച്ച് 3 ചാക്കിലായി മാറി. മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചുകൊണ്ട് നഗരത്തെ ഒരു വൃത്തിയുള്ള നഗരമായി, ശുചിത്വമുള്ള നഗരമായി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത് വാങ്ങിയത്. 17 ലക്ഷം രൂപയാണ് യന്ത്രത്തിന്റെ വില. 2ാം ഘട്ടത്തിൽ കിഴക്കൻ മേഖലയിലേക്കും സംവിധാനമൊരുക്കും. മഴക്കാലത്ത് മരം വീണ് വഴിതടസ്സം പതിവായ കൊച്ചിയിൽ ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കാനിരിക്കെ ചില അപ്ഡേറ്റുകൾ വരുന്നു. ഈ ചർച്ചയിൽ നിന്ന് പാകിസ്ഥാൻ
പിന്മാറിയേക്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇന്നലെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ പാലിച്ചു എന്നാണ് വിലയിരുത്തൽ. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം, പാകിസ്ഥാനെതിരായ നയതന്ത്ര രാഷ്ട്രീയ നടപടികൾ ഇന്ത്യ പിൻവലിക്കില്ല. അതിർത്തിയിലെ സേനാ സന്നാഹങ്ങളൊക്കെ അതുപോലെ തന്നെ തുടരും. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇങ്ങനെ ഒരു ആശങ്ക വരാൻ സാഹചര്യം, മിനിയാന്ന് ഒരു ധാരണയുണ്ടായി, മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ ആ ധാരണയിൽ നിന്ന് പിന്നാക്കം പോയി, വെടിനിർത്തൽ ലംഘനമുണ്ടായി. ആ സാഹചര്യത്തിൽ പിന്നീട് അവിടെ നിന്നൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് വരുമോ ഇല്ലയോ അങ്ങനത്തെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു കുറച്ചുകൂടി വ്യക്തമായ പിക്ചർ കിട്ടുന്നത്? മിഥുൻ, ഈ തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഒന്നും വരാത്ത സാഹചര്യത്തിലാണ് DGMO തല ചർച്ചയിൽ നിന്ന് ഒരുപക്ഷെ അവർ പിന്മാറിയേക്കുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ടായത്. അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുന്നുണ്ട് ഇപ്പോൾ. ശ്രീജ, തീർച്ചയായും ഇത്തരത്തിൽ DGMO തലത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത വരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഇത് സംബന്ധിച്ചുള്ള യോഗം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച, ഈ ഒരു കരാർ, ഈ ഒരു വെടിനിർത്തൽ അത് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള വിലയിരുത്തൽ ഇന്ത്യക്ക് തന്നെയുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ സൈനിക മേധാവിമാരും 3 സൈനിക മേധാവിമാരും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ഒക്കെയായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇനി ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടും, അതിൽ കൃത്യമായ ഒരു വ്യക്തത ഇന്നത്തെ യോഗത്തിൽ വരുത്തണമെന്നുള്ള നിർദ്ദേശം എന്തായാലും മുന്നോട്ട് വെക്കുകയും ചെയ്യും. അതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെക്കാനാണ് ഇന്ത്യ തീരുമാനിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനെതിരെ എടുത്തിട്ടുള്ള നയതന്ത്ര തരത്തിലുള്ള നടപടിയും ഒപ്പം തന്നെ പ്രതിരോധ തരത്തിലെടുത്തിട്ടുള്ള നടപടിയും അത് നിലവിൽ നിലനിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ധാരണയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഇന്ത്യ എന്തായാലും പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. കൂടുതൽ സേനാവിന്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ സേനാവിന്യാസങ്ങളൊന്നും തന്നെ തിരികെ ഉടനെ മടക്കി വിളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് സൈനിക വൃത്തങ്ങൾ ഉള്ളത്. കാരണം ഇനിയും പ്രകോപനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ വെടിനിർത്തൽ ഒരു സീസ്ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു ശേഷം പിന്നീട് വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഒരു തരത്തിലും വിശ്വസിക്കാനാകില്ല. ഒരു കരാറിൽ ഏർപ്പെടാതെ തന്നെ ഇത്തരത്തിൽ ഒരു സീസ്ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് പോലും തന്നെ അതിന് ആ ഒരു സീസ്ഫയർ നടപടി അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സൈനിക മേധാവിമാർ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം ഉണ്ടാകും. സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ നയതന്ത്ര തലത്തിലടക്കം അല്ലെങ്കിൽ പ്രതിരോധ നടപടികളിലടക്കം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വിശദീകരിക്കും. ഒപ്പം തന്നെ ഇന്ത്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതായിരുന്നു അവിടെ 35 മുകളിൽ സൈനികർക്ക് ഇത്തരത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ അറ്റാക്കിൽ. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ സ്ഥിരീകരിക്കും. എന്തായാലും ഇന്ത്യ ഇപ്പോൾ നിലവിലുള്ള സൈനിക സന്നാഹത്തിൽ നിന്നും ഒരു പടി പോലും പിന്നോട്ട് പോകില്ല. എന്താണ് പാകിസ്ഥാന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. എന്താണ് സൈനിക തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന നടപടികൾ, ഇക്കാര്യത്തിലായിരിക്കും ഇന്നത്തെ DGMO തല ചർച്ചയിലെ പ്രധാനമായ ചർച്ചകൾ നടക്കുന്നത്. ഇനി ഒരു സ്പെഷ്യൽ ഡേ വിഷിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ മണ്ണാർക്കാട് സ്വദേശി സൈദലവിയുടെ മകൾ ഫാത്തിമ അൽ മഹറയുടെ 3ാം ജന്മദിനമാണ്. ഫാത്തിമയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒപ്പം ഞങ്ങളുമാണ്. ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ. അപ്പോൾ വാർത്തകളിൽ ഒരു ചെറിയ ഇടവേള എടുത്ത് നമ്മൾ പോലീസ് പെട്രോളിലേക്ക് പോവുകയാണ്. ടോം കുര്യാക്കോസ് ചേരും.